ഹായ് ഫ്രണ്ട്സ്, ദ മാനിപ്പുലേറ്റഡ് അഥവാ ഫാബ്രിക്കേറ്റഡ് സിറ്റിന്റെ സെക്കൻഡ് എപ്പിസോഡാണിത്. ജയിലിൽ പോയ തേജുവിനെ കാണാൻ അങ്ങോട്ടേക്ക് അവൻ പോലീസ് ലോക്കപ്പിലായിരുന്ന സമയത്ത് ഒരു ലോയർ അവനെ തന്നെ നോക്കി നിന്നില്ലായിരുന്നോ? അതേ ലോയർ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ആളൊരു പബ്ലിക് ലോയറാണ്. വലിയ ലോയർ ഒന്നും അല്ലെങ്കിലും ഹീറോയുടെ കേസ് എടുത്ത് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം തേജുവിന്റെ കേസിൽ വളരെ വിചിത്രമായിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒരുമാതിരി സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന കണക്ക്. തേജുവിനെ സംബന്ധിച്ച് ഇപ്പൊ എല്ലാം കൈവിട്ട അവസ്ഥയാണ്. ഓൾമോസ്റ്റ് എല്ലാവരും കൈവിട്ടു എന്നുള്ള ഒരു നിലയിലാണ് ഉള്ളത്. അങ്ങനെയുള്ളപ്പം ഇങ്ങോട്ടേക്ക് ഒരു ലോയർ വരാന്ന് പറയുന്നത് ഒരു ഹോപ്പ് ആയിട്ടാണ് കാണുന്നത്. താനല്ലേ ഈ കൊലപാതകം ചെയ്തത് എന്ന് പറയുമ്പം ലോയർ വിശ്വസിക്കുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്കൊന്ന് ഓർത്ത് നോക്കാന്ന് പറഞ്ഞ് റെക്കോർഡർ ഓണാക്കി വെക്കുന്നുണ്ട്. കുറച്ചേരം ആലോചിക്കുന്ന തേജുവിന് ട്രയൽ നടക്കുന്ന സമയത്ത് ആ മർഡർ സീനിലെ ഒരു ബ്രേസ്ലെറ്റ് കാണിച്ചില്ലായിരുന്നു. ആ സമയത്ത് അവനെ കൊണ്ടൊന്ന് ചിന്തിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് ഓർത്ത് സോർട്ട് ഔട്ട് ചെയ്ത് ലോയറിനെ പറഞ്ഞു കൊടുക്കുന്നത്. ഡെലിവറി ചെയ്ത് ക്ഷീണിച്ച് തേജിന്റെ റൂമിൽ തന്നെ തേജുവും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെയാണ് അവന്റെ ബ്രേസ്ലെറ്റ് വീണത്. ആ മർഡർ നടന്ന സ്ഥലത്തുള്ള ബ്രേസ്ലെറ്റ് തൻ്റെതല്ലെന്നും തൻ്റെതാവാൻ ഒരുവിധ ചാൻസും ഇല്ലെന്നാണ് പറയുന്നത്. കാരണം അവൻ ഒരിക്കലും അവിടെ പോയിട്ടില്ല എന്ന്. അത് ശരിക്കും വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ തേജിന്റെ അഡ്രസ്സ് മേടിക്കുന്നുണ്ട്. കൂടാതെ താനിങ്ങനെ ലോയറായ കാര്യം ആരെയും അറിയിക്കേണ്ടെന്നും പറയുന്നു, സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ട്. തേജുങ് തിരിച്ച് അവന്റെ സെല്ലിലേക്ക് വരുമ്പം ഒരാൾ അവനെ തടഞ്ഞു വെച്ച് പിടിച്ചുകൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. കൂടെ വന്ന ഗാർഡ് ഇത് കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കാതെ അവിടുന്ന് പോവാണ് ചെയ്യുന്നത്. തേജുങ്ങിനെ ആ ഗ്യാങ്സ്റ്റർ പോലെ ഒരാളെ കണ്ടില്ലായിരുന്നോ? ആളുടെ അടുത്തേക്ക് കൂട്ടിയിട്ട് വരുന്നുണ്ട്. ഒരു റൂമിലേക്കാണ് കൊണ്ടുവരുന്നത്. അവിടെ കള്ള്, ബീഡി അടക്കം എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു ജയിലാണെന്ന് പറയത്തേ ഇല്ല. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ആള് ജയിലില് കുറച്ച് പവർഫുൾ ആണെന്ന്. എത്ര കാലത്തേക്കാ ശിക്ഷ എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന് പോയാൽ മതി എന്നാണ്. ഗ്യാപ്പ് കിട്ടുമ്പോൾ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും അവരെ പിടിച്ചിട്ടിട്ട് അവന്റെ കൈ ഭയങ്കരമായിട്ട് ഞെരിക്കുന്നു. അതും കാലിലെ ഷൂസ് വെച്ചിട്ട്. അവനെ ലൈഫ് സെന്റൻസ് ആണ് കിട്ടിയെന്ന് മനസ്സിലാവുമ്പം അപ്പൊ വലുതായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പം ഹീറോയ്ക്ക് അത് പറയാൻ പോലും പറ്റുന്നില്ല. പക്ഷെ അവർക്ക് കാര്യം ഓൾറെഡി അറിയാം. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഗാർഡ്സ് വരുന്നതായിട്ട് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ഹീറോയെ പുറത്തു വിടുന്നുണ്ട്. റൂമിലേക്ക് വരുമ്പം റൂംമേറ്റിന്റെ വക ബുള്ളിങ് പേടിച്ച് കൂനിക്കുറുകിയിരിക്കുമ്പം ആകെപ്പാടെയുള്ള ഒരു ആശ്വാസം ആ ലോയറുടെ വിസിറ്റിംഗ് കാർഡാണ്. ഫുഡ് കഴിക്കുന്നിടത്ത് വേറൊരാളെ ഇതേ കണക്ക് മുഖത്ത് അടിച്ച് പാടായിട്ട് കണ്ടാലേ അറിയാം അടിച്ച് പുള്ളി ചെയ്തതാണെന്ന്. അത് വേറെ ആരുമല്ല ചെയ്തത്, ആ ഗ്യാങ്സ്റ്റർ ആണ്. അയാളെ ഗ്യാങ്സ്റ്ററെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തേജുങ് വന്ന് കാണുന്നുണ്ട്. എന്നാൽ അവനത് മൈൻഡാക്കാതെ ഫുഡ് കഴിക്കാനിരിക്കുമ്പം രണ്ടുപേരും അവന്റെ അടുത്ത് വന്നിരുന്ന്. ആളുടെ പേരാണ് ഡോങ്സു. ജീവപര്യന്തം കിട്ടിയിട്ടാ വന്നത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ആള് ഭയങ്കര റിച്ച് ആയതുകൊണ്ട് പണത്തിന്റെ സ്വാധീനം കൊണ്ട് ആ ശിക്ഷ 12 വർഷമാക്കി കുറച്ചു. ആൾക്കും ഒരു അനീതി ഉണ്ടായിരുന്നു. അവളുടെ അടുത്ത് ഒരാൾ ഇതേ കണക്ക് ചെയ്തു എന്നിങ്ങനെ പറഞ്ഞു വരുമ്പം അവരൊരുമാതിരി മനസ്സിലാവാത്ത കണക്കാണ് പറയുന്നത്. അവനെ കംപ്ലീറ്റ്ലി മനസ്സിലാവുന്നില്ല. ഡോങ്സുവിന്റെ അടുത്ത് നിന്ന് ഞങ്ങൾ നിന്നെ രക്ഷിക്കാന്നും പറഞ്ഞ് ഇവനെ കൂട്ടിയിട്ട് പോയിട്ട് അങ്ങേരുടെ അടുത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. വീണ്ടും ആ ലോയർ തേജു ഇങ്ങനെ കാണാൻ വരുന്നുണ്ട്. പക്ഷെ പറയുന്ന ന്യൂസ് തേജൻ മരിച്ചു എന്നുള്ളതാണ്. താൻ അവിടെ എത്തുന്നതിന് മുന്നേ കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമിച്ചിട്ടാണ് ലോയർ പോകുന്നത്. തേജുങ്ങിനെ കൊണ്ട് അത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. കാരണം ജീവന് തുല്യാണ് അനിയനെ സ്നേഹിച്ചത്. ഒരു ബോധമില്ലാതെ ഗ്രൗണ്ടിലേക്ക് വരുമ്പം അവിടെ നിന്ന് ആരോ അവനെ അടിക്കുന്നുണ്ട്. അതുപോലും അവന് വലുതായിട്ട് തോന്നുന്നില്ല. അനിയന്റെ കാര്യം ആലോചിച്ച് ഭയങ്കരമായിട്ട് കരയുന്നു. ഇത് അവിടെ നിന്ന് ഒരു പേഴ്സൺ ശ്രദ്ധിക്കുന്നുണ്ട്. അനിയനില്ലാത്ത ലോകത്ത് ഈ ഒരു അവസ്ഥയിൽ താൻ എന്തിനു ജീവിക്കണം എന്നുള്ള ഒരു മൈൻഡില് തേജുങ് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ബോധം പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് തേജിന് അവനെ വിളിക്കുന്നതായിട്ട് തോന്നുന്നു. പിന്നെ അവനുമായിട്ട് നടന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ഇവരുടെ അമ്മ പണ്ട് മുതലേ ഒരുപാട് പ്ലാന്റുകൾ നടുന്നതാണ്. രണ്ടുപേരും ചെറുപ്പം മുതലേ അത് കണ്ടാണ് വളർന്നത്. പക്ഷെ തേജുവിന് നന്നായിട്ട് തന്നെ ചെടി വളർത്താൻ അറിയാം. ഇവൻ ചത്ത ചെടീനെ പോലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഇപ്പൊ തേജിന്റെ ചെടി പോയിട്ട് അത് തേജുങ്ങിന്റെ അടുത്ത് കൊണ്ട് കൊടുക്കുമ്പം അത് നന്നാക്കിയിട്ടാണ് തിരിച്ചു കൊടുക്കുന്നത്. നീ ഇമ്പൾസീവ് ആയതുകൊണ്ടാണ് നിന്നെ കൊണ്ട് പറ്റാത്തത് എന്നും പറഞ്ഞ് എങ്ങനെയാ ചെയ്യേണ്ടതെന്നും അവനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്നാണ് തേജും കരയുന്നത്. നീ എല്ലാത്തിനെയും തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്, പിന്നെ നീ എന്തിനാ സ്വയം ചാവുന്നത്? എൻ്റെ അടുത്ത് നിൽക്കണ്ട പോന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ച എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് തേജും പിന്നെ വീണ്ടും എണീക്കുന്നതായിട്ട് കാണുന്നത്. പക്ഷെ അപ്പോഴേക്കും കുറച്ച് കാലം കഴിഞ്ഞിട്ടുണ്ട്. അവന് താടിയൊക്കെ വന്നിട്ടുണ്ട്. അവിടെയുള്ളവർ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നാമത്തെ പ്രാവശ്യമല്ല, പല പ്രാവശ്യമായിട്ട് അവൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. തെറാപ്പി കൊണ്ട് പോലും ഒരു കാര്യമില്ലാന്ന് അവിടെയുള്ളവര് സംസാരിക്കുന്നുണ്ട്. ഇത്
ആ ഗ്രൗണ്ടിൽ വെച്ച് അവനെ നോക്കിയ ആള് ശ്രദ്ധിക്കുന്നുണ്ട്. തേജുങ്ങിന്റെ ഫ്രണ്ട്സ് റിപ്പീറ്റ് ആയിട്ട് അവനെ കാണാൻ വേണ്ടി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ തേജുങ് അവരെ കാണാൻ സമ്മതിക്കുന്നില്ല. ഒരുപാട് പ്രാവശ്യമായിട്ട് ഇങ്ങനെ നടക്കുന്നു. അവിടെ ജയിലിൽ തന്നെ പള്ളിയില് ഈസ്റ്ററിന് പ്രാർത്ഥനയുണ്ട്. അവിടെ കപ്പിയറായിട്ട് നിൽക്കുന്ന ആളാണ് അവനെ ഗ്രൗണ്ടിൽ നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത്. ആളുടെ പേര് യോൺഷിക് എന്നാണ്. അങ്ങോട്ടേക്ക് ലാസ്റ്റ് ആയിട്ട് തേജുങ് വരുന്നുണ്ട്. ഒരുമാതിരി ജീവശവം കണക്കാണ് വന്നിരിക്കുന്നത്. പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാരും കേക്ക് മേടിച്ച് പോയിട്ടും തേജുങ് അവിടെ അൽത്താരയിലേക്ക് നോക്കി ഒരേ ഇരിപ്പാണ്. യൂൺഷിക്ക് ഒരു കേക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ആളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അതൊന്നും കേട്ടിട്ട് പോലും ഇല്ല. അവന്റെ പേര് പറഞ്ഞ് 2-3 പ്രാവശ്യം വിളിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാൾ അടുത്തുണ്ട് എന്നുള്ളത് പോലും ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് പോലും ഒരു അനക്കമില്ല. അത്രത്തോളം ബാധിച്ചിട്ടാണുള്ളത്. കേക്ക് കൊടുത്ത് അവനെ ആശ്വസിപ്പിക്കുന്ന പോലെ അവിടെ അടുത്തിരുന്ന് കാമായിട്ട് കുറച്ച് സംസാരിച്ച് അദ്ദേഹം അവിടുന്ന് പോകുന്നുണ്ട്. അവൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനെ സെൽഫായിട്ട് ഇംപ്രൂവ് ചെയ്യിക്കാനും ബിസി ആക്കി വെക്കാനും, എന്നാലേ ജയിലിൽ സർവൈവ് ചെയ്യാൻ പറ്റൂന്ന്. അതിനുശേഷം ഒരുപാട് അടി മറ്റേ ഗ്യാങ്സ്റ്ററുടെ അടുത്ത് നിന്ന് മേടിക്കുന്നുണ്ട്. ബോക്സിംഗ് ബാഗ് കണക്കിട്ടിട്ട് അജാതി അടി. പക്ഷെ തേജുങ് ഒരുപാട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അത് എണ്ണ വിട്ട് എത്രത്തോളം ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്ന് എഴുതി വെക്കുന്നു. കൂടാതെ പഠിക്കുന്നുണ്ട്. ജയിലിലൊരു സൈഡിലായിട്ട് ചെറുതായിട്ട് ഗാർഡനിങ്ങും ചെയ്യുന്നുണ്ട്. വ്യത്യസ്തമായിട്ട് ഇവനിങ്ങനെ ചെയ്യുന്നത് അവിടെയുള്ള ഒരു ഗാർഡ് അവനെ കുറച്ചേരം നോക്കി നിൽക്കുന്നുണ്ട്. അവരുടെ അടുത്തുനിന്ന് എപ്പോഴും എന്ന് പറയുന്ന കണക്ക് ഭയങ്കരമായിട്ട് അടി മേടിച്ച് കൂട്ടുന്നുണ്ട്. എന്നാലും ഭയങ്കരമായിട്ട് എക്സസൈസും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ചെടികൾ പതിയെ വളരുന്നു. പല സ്കിൽ കോഴ്സ് പോലെ ചെയ്യുന്നുണ്ട്. ടെക്നീഷ്യൻ അങ്ങനെ പലതും അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് കിട്ടുന്നുണ്ട്. അത് തന്നെ ഒരുപാടെണ്ണം കിട്ടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഒരുപാട് കാര്യങ്ങളിൽ അവൻ ഓൾറെഡി പരിശീലനം നേടിക്കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് പള്ളിയിൽ പോകുന്നുണ്ട്, വിശ്വാസിയാവുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നു, യോൺഷിക്കുമായിട്ട് നല്ലൊരു കമ്പനി ആവുന്നുണ്ട്. അദ്ദേഹം ഒരു വെൽവിഷർ കണക്ക് അവൻ ആക്ട് ചെയ്യുന്നുണ്ട്. 5 വർഷമായിട്ട് ഈ ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ ഒരു പുതിയ ക്യാരക്ടറെ കാണിക്കുന്നുണ്ട്. ആളുടെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല. ആരോ ആയിട്ട് സംസാരിച്ചു വന്ന് എന്തോ വലുതായിട്ട് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളത് ആളുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു റൂമിൽ പോയിട്ട് സ്പെക്സ് എടുത്ത് വെച്ച് ജസ്റ്റ് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പം അവിടെ ഡിജിറ്റൽ സ്ക്രീനാണ് കാണുന്നത്. അതും വലിയൊരു സ്ക്രീന്, ഒരുപാട് CCTV അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഒരു കുട്ടി ഡിജിറ്റൽ വേൾഡ് എന്ന് തന്നെ വേണം പറയാൻ. ഇവിടെ തേജുങ്ങിന്റെ ഗാർഡൻ അത്യാവശ്യം നല്ല വലുതായിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഒരു ഗാർഡ് വന്നിട്ട് കാഷ്വലായിട്ട് സംസാരിക്കുന്നുണ്ട്. അവൻ്റെ മുഖത്തെ പാട് കണ്ടിട്ട് ഇപ്പോഴും നിന്നെ ഹരാസ് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ചെയ്യണോ എന്നുള്ള രീതിക്ക് പോലും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആളൊരു ചെടി അവൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ഒരുമാതിരി ബ്ലാക്ക് പുള്ളിയായിട്ട് വന്നിട്ടുണ്ട്. അത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ടാണ്. സൺ ലവിങ് ആയിട്ടുള്ള പ്ലാന്റിനെ അകത്ത് വെച്ച് വളർത്തിയോണ്ടാണ് പ്രശ്നം. സൺലൈറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞ് അതിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് പുള്ളി അവൻ്റെ അടുത്ത് തന്നെ കൊടുത്തിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് യോൺഷിക്ക് വന്നിട്ട് എപ്പോഴത്തേം പോലെ അവനെ കേക്ക് കൊടുക്കുന്നു. സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടൊന്നല്ല, പള്ളിയിലച്ഛൻ്റെ അടുത്ത് അദ്ദേഹം വരുമ്പോൾ പറഞ്ഞ് മേടിപ്പിച്ചിട്ടുണ്ടോ എന്ന് കൊടുക്കുന്നതാണ്. ഇന്ന് യോൺഷിക്ക് റിലീസാവും. അതുകൊണ്ട് തന്നെ നല്ല വിഷമത്തിലാണ് ഉള്ളത്. ശരിക്കും പോകുമ്പോൾ ഹാപ്പിയാണ് ആവേണ്ടത്. രണ്ടുപേരും ഹാപ്പി ആണെങ്കിൽ പോലും പരസ്പരം വിട്ടുപോകുന്നതിൻ്റെ വിഷമം. തേജുങ്ങിനെ ആ അവസ്ഥയിൽ നിന്നും ഇത്രയും ഇമ്പ്രൂവ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരേ ഒരു കാരണം യോൺഷിക്കാണ്. അതുകൊണ്ടായിരിക്കാം അവർ തമ്മിലൊരു ബ്രദർലി ബോണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും വിഷമിച്ചിട്ടാണ് പോകുന്നത്. തേജുങ് കരഞ്ഞുകൊണ്ട് ആളുടെ അടുത്ത് നന്ദി പറയുന്നുണ്ട്. തേജുങ് ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പുതിയൊരു പയ്യൻ വരുന്നുണ്ട്. അവനെ എല്ലാവരും ബുള്ളി ചെയ്തതായിട്ട് അവന് മനസ്സിലാവുന്നു. ഇപ്പൊ തേജുങ് ഒരു ശുശ്രൂഷകനാണല്ലോ. അതുകൊണ്ട് പള്ളിയിലേക്ക് മറ്റേ പ്ലാന്റ് കൊടുത്ത ഗാർഡിനെ വിളിപ്പിച്ച് ആ ചെറുക്കനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണോ യൂൺഷിക്ക് അവനെ സമാധാനിപ്പിച്ചത് അതേ കണക്ക് അവനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ബൈബിൾ കൊടുത്ത് ദൈവത്തിൽ വിശ്വസിക്കാൻ പറയുന്നു. അവനെല്ലാം സഹിക്കാനുള്ള ശക്തി കിട്ടുന്നു. തേജുങ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ആ പയ്യൻ അവനല്ല ഇത് ചെയ്തത്. ആ പാർക്കിൽ നിന്ന് ആ ഫോൺ ഞാൻ കണ്ടുപിടിക്കാൻ പാടില്ലായിരുന്നു. അത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കേണ്ടി വരില്ലായിരുന്നു. എന്നെ ഫ്രെയിം ചെയ്തതാണ് ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്ന് തേജുങ്ങിനെ നടന്ന അതേ കാര്യം പറയുമ്പം അവൻ ഷോക്കായിട്ട് എന്താ നീ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ ചെറുക്കൻ കണ്ടിന്യൂ ചെയ്യാണ്. ഞാൻ ആ ഫോൺ എടുത്തതും ആ ലേഡി എന്നോട് പറഞ്ഞു അതൊന്ന് കൊണ്ടുതരുമോ, അതിന് പേ ചെയ്യാന്ന്. അതൊക്കെ കോടതിയിൽ ഒരു തെളിവായി. എൻ്റെ ഫിംഗർ പ്രിന്റ് അടക്കം അവിടെ വന്നു. അത് ഞാൻ ഒരിക്കലും പോവാത്ത സ്ഥലത്ത്. എൻ്റെ അലീബി അത്ര സ്ട്രോങ് ആയിരുന്നു എന്നും പറഞ്ഞ് ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് ഈ പബ്ലിക് ലോയർ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു. ആ ലോയർ പയ്യന് വേണ്ടിയിട്ട് വരുന്നത് ആരും അറിയണ്ടെന്ന് പറഞ്ഞു. തേജുവിന് വേണ്ടി വന്ന അതേ ലോയർ അതേ വാക്കുകൾ. എന്നിട്ട് ഇന്ന് ഞാൻ അറിയുന്നത് എൻ്റെ അമ്മ മരിച്ചു എന്നുള്ള കാര്യമാണ്. എന്നാ ആ പയ്യൻ പറയുമ്പം ഹീറോയുടെ അനിയനും അത് തന്നെയാണല്ലോ സംഭവിച്ചത്.
ആ പയ്യന്റെ അമ്മ എങ്ങനെയാണോ ജീവിതം ഉള്ളത് അത് അതേ കണക്ക് നല്ലതായിട്ട് ജീവിക്കാൻ പറയുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും ആത്മഹത്യ എന്നുള്ളത് മനസ്സിലേക്ക് വരാത്തൊരു വ്യക്തി. എന്നിട്ടാണ് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത്. മൊത്തത്തിൽ പറഞ്ഞാല് തേജുന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണോ നടന്നിട്ടുള്ളത് അതൊക്കെ തന്നെയാണ് ഈ പയ്യന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. അത് തേജു ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. രാത്രി മൊത്തം ഉറങ്ങാതിരുന്ന് അവന്റെ കേസ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കുന്നുണ്ട്. പിന്നെ തേജുവും കാണുന്നത് ആ പയ്യൻ ബൈബിള് വായില് കുത്തിക്കയറ്റി ശ്വാസം കിട്ടാതെ മരിച്ചു എന്നുള്ളൊരു ന്യൂസും അവന്റെ ബോഡിയുമാണ്. തേജും പുതിയൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ആ പബ്ലിക് ലോയറെ വിളിച്ചു വരുത്തുന്നുണ്ട്. പുതിയതായിട്ട് എന്തോ കിട്ടാൻ പോവാണെന്ന് അയാൾ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്ന് റെക്കോർഡർ ഓണാക്കി വെച്ച് ചിരിച്ചോണ്ടിരിക്കുമ്പം ആ പയ്യനെ കുറിച്ചാണ് തേജുവും പറയുന്നത്. അമ്മേന്റെ ആത്മഹത്യ അടക്കം എല്ലാം പറഞ്ഞിട്ട് വല്ലാത്തൊരു സ്റ്റേറ്റിൽ നിൽക്കുമ്പം അവന്റെ പറച്ചിലും ഭാവം എല്ലാം കണ്ടിട്ട് ഇവന്റെ അടുത്തൊരു എവിഡൻസ് ഇല്ലാന്നും വെറുതെ ഇത് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് ലോയർക്ക് മനസ്സിലാവുന്നു. അത്രയും നേരം പാവവും നല്ലവനുമായിട്ടിരുന്ന ലോയറിന്റെ എക്സ്പ്രഷനൊക്കെ മാറിയിട്ട് ഈവളായി വരുന്നുണ്ട്. അത് കണ്ട് ദേഷ്യം വന്ന് ആ ടേബിളിൽ കൂടെ ചാടി അയാളുടെ കഴുത്തി പിടിക്കുമ്പം ഗാർഡ്സ് വന്ന് അടിച്ച് അവനെ മാറ്റി പിടിക്കുന്നുണ്ട്. സാരമില്ല വിട്ടേക്ക്, ഞങ്ങൾ സംസാരിച്ചോളാം എന്നും പറഞ്ഞ ലോയർ അവന്റെ അടുത്ത് പിന്നെയും സംസാരിക്കുവാണ്. തേജിനെ കൊന്നത് ആരാണെന്ന് തേജുങ് ഒരുപാട് ചോദിക്കുമ്പം അത് ഞാനാണ്, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ആലോചിച്ച് ഇരിക്കാതെ മൂവ് ഓൺ ആവാൻ നോക്ക്, നീ തന്നെ അത് ചെയ്തേന്ന് അങ്ങ് വിശ്വസിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി സൈക്കോ ചിരിയും ചിരിച്ച് ആൾ അവിടുന്ന് പോകുന്നുണ്ട്. തേജുങ് പള്ളിയിലച്ഛനെ വിളിച്ചു വരുത്തി എനിക്ക് ഇനി ശുശ്രൂഷകനാവാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ബൈബിള് തിരിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം യൂൻഷിക്ക് അത് അവനെ കൊടുത്തപ്പോൾ പറഞ്ഞത് ഈ ലൈഫിൽ താൻ മരിച്ചു എന്ന് കരുതി പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനാണ്. പക്ഷെ ആ പബ്ലിക് ലോയർ പറഞ്ഞത് നിന്റെ അനിയൻ മരിച്ചത് നിനക്ക് കഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം നീയാണ്, നീ സ്വന്തമായിട്ട് തൂങ്ങിച്ചാവാൻ നോക്ക്, അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിട്ടായിരുന്നു പോയത്. ആ സമയത്ത് തേജുങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ പോയാലും നിന്നെ ഞാൻ കൊന്നിരിക്കുന്നു. ഇക്കാര്യം ഓർത്ത് പള്ളിയിൽ നിന്നുള്ള ബെഞ്ചിന്ന് ഒരു ആണി പിഴുതെടുക്കുന്നുണ്ട്. കൈ കൊണ്ട് തന്നെ കൈമുറിഞ്ഞ് ചോരയും വരുന്നുണ്ട്. ആ പെയിൻ ഒരു തുള്ളി പോലും ഇല്ലാതെ ഫുള്ള് ദേഷ്യത്തിൽ നിൽക്കുന്ന തേജുങ്. ഇവിടെയാണ് സെക്കൻഡ് എപ്പിസോഡ് അവസാനിക്കുന്നത്.